അങ്ങനെ പോയതാണ്. രണ്ടച്ഛന്മാരുണ്ടായിരുന്നു, 2 വീട്ടിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു, 2 വീട്ടിലും ആൾക്കാർ മരിച്ചതാണ്. അങ്ങനെ ഈ 2 പേര് വീടുകളിൽ പോയി പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണ് ഇവർ കാത്തു നിന്ന് മനഃപൂർവ്വം പിടിക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ്. ഒഡീഷയിൽ ബജ്രംഗൾ ആക്രമണത്തിനിരയായ ഫാദർ ലിജോ നിരപ്പലിന്റെ കുടുംബത്തിലാണ് നമ്മളുള്ളത്. ലിജോയുടെ ഫാദറിന്റെ പിതാവ് ജോർജ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹമായിട്ട് സംസാരിച്ചു. അച്ഛനുമായിട്ട് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ അവിടെ? അച്ഛനുമായിട്ട് ഇന്നലെ തന്നെ സംസാരിച്ചായിരുന്നു. അച്ഛനെ വിളിച്ചിരുന്നു പ്രശ്നങ്ങൾ കഴിഞ്ഞ്. അന്നേരം അച്ഛനെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എങ്കിലും അച്ഛന് കൂടുതലുണ്ടായിരുന്ന 2 പേർക്ക് പ്രശ്നമുണ്ടായി, പരിക്ക് പറ്റി, അവരെ അടിച്ചു, അവരുടെ വണ്ടി തകർത്തു. പിന്നെ അവരെ ഹോസ്പിറ്റലിലാണ്, 2 പേര് ഹോസ്പിറ്റലിലാണ്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഇത് കഴിഞ്ഞ് വന്നതുകൊണ്ട് കൂടുതൽ ആൾക്കാർ മിങ്കിൾ ചെയ്തു. ഈ ഇടയില്ലാത്ത സ്ഥലത്ത് അത് കാരണം പ്രത്യേകിച്ചൊരു ഇത് കിട്ടിയില്ല. ഉന്തും തള്ളുമൊക്കെ ആയിട്ട് നടന്നതേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഇത്തരം ഒരു അനുഭവം? എത്ര വർഷമായി അദ്ദേഹം അവിടെ? അച്ഛന് ആദ്യമായിട്ടാണ് ഒരു അനുഭവം ഉണ്ടായിരുന്നത്. അച്ഛന് 17 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. ഈ 1 വർഷമായുള്ളൂ ഈ ഇടവകയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ആ ഈ ഇടവകയിലെ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയതാണ്. അവർ വിളിച്ചിട്ട് പോയതാണ്. ആ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഇവർ കരുതിക്കൂട്ടി ഇവരെ ആക്രമിക്കാൻ നിൽക്കുമായിരുന്നു. മതപരിവർത്തനം ആരോപിച്ചാണല്ലോ ഇവരെ ആക്രമിച്ചത്. ശരിക്കും അവര് അവിടെ എന്തിനു പോയതാണ്? ക്രിസ്തീയ കുടുംബത്തിൽ തന്നെ പ്രാർത്ഥനയ്ക്ക് പോയതാണെന്ന് നേരത്തെ പറയുന്നു. ക്രിസ്തീയ കുടുംബത്തിലെ ഒരു മരണാനന്തര ചടങ്ങിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് അവർ വിളിച്ചു. അങ്ങനെ പോയതാണ്. 2 അച്ഛന്മാരുണ്ടായിരുന്നു, 2 വീട്ടിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു, 2 വീട്ടിലും ആൾക്കാർ മരിച്ചതാണ്. അങ്ങനെ ഈ 2 പേര് വീടുകളിൽ പോയി പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണ് ഇവർ കാത്തു നിന്ന് മനഃപൂർവ്വം പിടിക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ്. പൊതുപ്രവർത്തകരും അതോടൊപ്പം ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികളടക്കമുള്ളവരിവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ ഇവിടെ അടുത്ത് തന്നെ ഒരു ജോഷി എന്ന് പറയുന്ന വൈദികനും ആക്രമണത്തിനിരയായിരുന്നു. അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് ഈ പൊതുസമൂഹം ഇതിനെ കാണുന്നത്? എങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത്? മതന്യൂനപക്ഷങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെ ഇന്ത്യയിൽ ആഗമനം ബജറംഗദളിന്റെ പേരിൽ ആക്രമണ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ ചുരുക്കമായിട്ട് മാത്രമേ ഇത് വെളിയിൽ വരുന്നുള്ളൂ. നിങ്ങളുടെ മാധ്യമസത്തയിൽപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് വെളിയിൽ വരാറുള്ളത്. അല്ലാതെ നിരവധി സംഭവങ്ങൾ ഇന്ത്യ ഒട്ടുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാഷ്ട്രീയം പറയുകയല്ല, ഇന്ത്യയുടെ മതേതരത്വ സ്വഭാവം നഷ്ടപ്പെടുത്തുന്ന നിലപാടാണ് BJP ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഹനിക്കപ്പെടുന്നു. അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് പൊതുപ്രവർത്തകരുടെ ഒരു ആവശ്യമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ മേഖലയിൽ, ഇവിടുത്തെ ഈ ഇടപാട് കീഴിലാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ജോഷി അച്ഛനും ഒരു പ്രശ്നം ഉണ്ടായത്. അതും ഇദ്ദേഹം എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട, ഞാൻ ശങ്കരപുരി മഹാകുടുംബം എന്ന കുടുംബത്തിൽപ്പെട്ട ആളാണ് KV ജോർജ്. അദ്ദേഹത്തിൻ്റെ മകനാണ്. അവിടെ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളെന്ന നിലയിലുള്ള പ്രതിഷേധവും വളരെ ശക്തമായി തന്നെ ഉന്നയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ആശങ്ക വലുതല്ലേ? വലിയ ആശങ്കയല്ല. കാരണം വെച്ചാൽ ഇത് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ഈ നാട്ടിൽ, പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് വടക്കേന്ത്യൻ സ്റ്റേറ്റുകൾ ജീവിക്കാൻ പാടില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ശക്തമായ നടപടി എടുക്കണം. പ്രത്യേകിച്ചും പാർട്ടിയുടെ പ്രിയങ്കരനായ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി MP ഇപ്പോൾ അത് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരികയും ഇത് നേരത്തെ തന്നെ അദ്ദേഹം ഇടപെട്ടതാണ്. ഇത് ഗുരുതരമായ വിഷയത്തിൽ ഇടപെടണമെന്നും പ്രത്യേകിച്ച് ഒഡീഷ ഗവൺമെന്റ് കാണിക്കുന്ന നിസ്സംഗത, ഈ വിഷയം ഉണ്ടായിട്ട് ഇതുവരെ അത് സംബന്ധിച്ചുള്ള ഒരു ഇടപെടലോ പോലീസ് സാന്നിധ്യമോ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ തന്നെ ഇത് സംബന്ധിച്ച് ഒരു ഗൗരവം BJP ഗവൺമെന്റ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ബജ്രംഗൾ എന്ന് പറഞ്ഞ ഭീകര സംഘടനയെ നിരോധിച്ചെങ്കിൽ മാത്രമേ ഇതിന്റെ അടിസ്ഥാന വിഷയത്തിന് പരിഹാരമാവുള്ളൂ. പ്രത്യേകിച്ചും ഇവിടെ നിന്നും എനിക്ക് തോന്നുന്നത് കേരളത്തിൽ നിന്നും നിരവധിയായ സിസ്റ്റേഴ്സും അച്ഛന്മാരും ഈ മിഷണറിമാരായി പോകുന്നുണ്ട്. അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ചുമതല കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. പക്ഷെ അത് ആ നിലയിൽ ഒരു നിസ്സംഗ മനോഭാവം തുടരുന്ന കേന്ദ്ര ഗവൺമെന്റ് ഇത്തരം നടപടികളിൽ നിന്നും പിന്തിരിയണം. അവർക്ക് അതിനുള്ള ഡയറക്ഷൻ കൊടുക്കണം. ഇനി മേലിൽ ഇത്തരം പരിപാടികൾ ആവർത്തിക്കും. പ്രത്യേകിച്ച് ഈ അച്ഛന്മാർ അവർ വെറുതെ പോയതല്ല. അവരവിടെ മരണാനന്തര ചടങ്ങിന് വേണ്ടിയിട്ട് ലിജോ അച്ഛനെയും മറ്റൊരച്ഛനെയും അവിടെ വിളിക്കുകയും അവരവിടെ പ്രാർത്ഥന നടത്തി അവിടെ നിന്നും തിരിച്ചു പോകുന്ന വഴിയിലാണ് അവിടെ അതിന് മുമ്പിൽ പോകുന്ന മതാധ്യാപകന്റെ ബൈക്ക് ആക്രമിച്ചു. അതോടൊപ്പം തന്നെ ബൈക്ക് തകർത്തു. പിന്നെ വാഹനം ആക്രമിച്ചു. അത് വലിയൊരു പ്രതിസന്ധി. അവർ പറഞ്ഞു ഞങ്ങൾ BJPക്കാരാണ്, നിങ്ങൾ ഇവിടെ മതപരിവർത്തനം നടത്തുന്നത് പാടില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാൽ ഇത്തരം സംഭവങ്ങൾ ഇനി മേലിൽ ആവർത്തിക്കരുത്. അതിൻ്റെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് എന്നുള്ള നിലയിൽ പറയാനുള്ളത്. ഈ കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിച്ചപ്പോഴെന്താ അവരുടെ ഒരു ആശങ്ക എങ്ങനെയാണ് മനസ്സിലായത്?
കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കരമായ ആശങ്കയിൽ തന്നെയാണ്. പിന്നെ അവരുടെ ആശങ്ക ഒരു സ്വല്പം കുറഞ്ഞത് അച്ഛൻ കൃത്യമായിട്ട് വീഡിയോ കോൾ വിളിച്ച് ഇവരുമായിട്ട് സംസാരിച്ച് അച്ഛൻ സുരക്ഷിതനാണ് എന്നുള്ള ഒരു ബോധ്യം ഇവർക്കുണ്ടായതുകൊണ്ടാണ് ഒരു കുറച്ച് ആശങ്ക കുറഞ്ഞത്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴും ഇനി ഇതിൻ്റെ പ്രത്യാഘാതം അവിടെ എന്തായിരിക്കും? അവിടെ ഇപ്പോൾ പോലീസ് ഈ പറഞ്ഞ 10-70 പേരുടെ ഇടയിൽ നിന്ന് ഈ പറഞ്ഞ ലിജോ അച്ഛനെയും അതുപോലെ മറ്റേ 2 അച്ഛന്മാരുണ്ടായിരുന്നു, അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ ചോദ്യം ചെയ്യാനാണ് എന്ന് പറഞ്ഞ് അവിടുന്ന് രക്ഷപ്പെടുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് എന്ന രീതിയിൽ കൊണ്ടുപോയി ഇവരുടെ ഹൗസിൽ കൊണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പം നിരന്തരമായിട്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇവിടെ സക്രിയ സൂചിപ്പിച്ചതുപോലെ പ്രിയങ്കരനായ പാർട്ടി ചെയർമാൻ ശ്രീ ജോസ് കെ മാണിയും അതുപോലെ ജോൺ ബ്രിട്ടാസും ഒക്കെ അതിശക്തമായ ഇടപെടലുകൾ നടത്തിയതുകൊണ്ടാണ് ഇപ്പം ആ 2 സിസ്റ്റേഴ്സ് ഇപ്പോൾ കൽത്തുറുങ്കിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. ധാരാളം സിസ്റ്റേഴ്സും അതുപോലെ വൈദികരുമൊക്കെ ഇത്തരത്തിൽ ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിൽ ജോലി ചെയ്യുമ്പോൾ മതപരിവർത്തനത്തിൻ്റെ പേര് പറഞ്ഞ് ഇതേപോലെ അവരെ പീഡിപ്പിക്കുന്നത് ശരിയായ നടപടിയല്ല. മതേതരത്വ സ്വഭാവമുള്ള അല്ലെ മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ ഏതു മതം പ്രചരിപ്പിക്കുന്നതിനും ഏതു മതത്തിൽ വിശ്വസിക്കുന്നതിനുമുള്ള അവകാശം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ ഉണ്ടെന്നിരിക്കെ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ അവർ വിളിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്ന വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ മതപരിവർത്തനത്തിന്റെ പേര് പറഞ്ഞ് ഇത്തരത്തിൽ പീഡിപ്പിക്കുന്നത് ഒട്ടും അഭികാമ്യമല്ല. ക്രൈസ്തവ സമൂഹത്തിന് ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമേ ഇത്തരത്തിലെ മാധ്യമങ്ങളുടെ ശ്രദ്ധയിലും നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ വരുന്നുള്ളൂ. അതല്ലാതെ നമ്മുടെ ശ്രദ്ധയിൽ വരാത്ത ധാരാളം സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പം അതിനൊരു അറുതി വരണം. അതിന് ഗവൺമെൻറ് ശക്തമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. എന്തായാലും ആശങ്ക പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഇത്തരത്തിലുള്ള ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകുമോ, അവർക്കെതിരെ ഉള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക അവർ പങ്കുവെക്കുന്നു. പൂർണ്ണമായും ഇതിനൊരു പരിഹാരം വേണമെന്നുള്ള നിർദ്ദേശമാണ് ജനപ്രതിനിധികളും കുടുംബാംഗങ്ങളും മുന്നോട്ട് വെക്കുന്നത്. കുറവിലങ്ങാട് നിന്നും ജോസി ബാബു, മീഡിയ.